മുള്ളൂർക്കര മുഹമ്മദ് സഖാഫി എന്ന് പറയും. അയാൾ വളരെയറിയാൻ വന്ന എല്ലാ പെണ്ണുങ്ങളും കാതും കൗത്തിലുള്ളത് മൂപ്പിലടിച്ചുകൊണ്ടുപോകും. അതിനറിയപ്പെട്ട ആളാണ് മുള്ളൂർക്കര സഖാഫി. അയാൾ എന്താ പറഞ്ഞത് നബിയത്തിന് പുതിയ ചില തെളിവാ ശ്രദ്ധിക്കടിങ്ങൾ. അതുകൊണ്ട് ജന്മദിനം ഒരു ശിശുദിനമാവട്ടെ, ജന്മദിനം ഒരു സേവന വാരാചരണ ദിനമാവട്ടെ. അതേ, ഈമാൻ 72 ശാഖകളാണ്. ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന വാക്കാണ് ഏറ്റവും വലുത്. ഈമാനിന്റെ ദർജയിൽ വെച്ച് ഏറ്റവും ചെറുത്. ഇമാതത്തുൽ അദാ അനി തരീഖ്, വഴിയിലുള്ള കല്ലും കരടൊക്കെ നീക്കി വഴി നന്നാക്കി കൊടുക്കലാണ്. അപ്പൊ റോഡ് ഉണ്ടാക്കി കൊടുക്കല്, റോഡിലെ പുല്ല് വെട്ടി കൊടുക്കല്. ഗാന്ധി ജനിച്ച ദിവസം നമ്മൾ സേവന വാരാചരണം നടത്തുമ്പോ റസൂലുള്ളാഹിനെ പ്രസവിച്ച ഈ റബീഉൽ അവ്വലിൽ നബിതങ്ങൾ പഠിപ്പിച്ച സേവന വാരാചരണം നമുക്ക് അങ്ങ് നടത്തിക്കളയാം. അങ്ങനെ വാരാചരണം, ശിശുദിനം, സ്ത്രീദിനം നിങ്ങൾ കണ്ടില്ലേ? മുലയൂട്ടൽ വാരാചരണം എന്ന് പറഞ്ഞ ദിനം വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ അവസാനത്തെ തെളിവാപ്പത് ഖുർആനെ വിട്ടു, ഹദീസ് വിട്ടു, ഇമാമിങ്ങളെ വിട്ടു, കിതാബൊക്കെ ഒഴിവാക്കി അവസാനം എന്താ? ഗാന്ധി ജനിച്ച ദിവസം നമ്മൾ സേവനവാരം ആഘോഷിക്കുന്നില്ലേ എന്ന മാതിരി നബി ജനിച്ച ദിവസം സേവനവാരം ആഘോഷിക്ക. അതെന്താ തെളിവ്? റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഈമാന്റെ ഏറ്റവും ചെറിയത് വഴിയിൽ നിന്ന് ബുദ്ധിമുട്ട് നീക്കലാണ്. അപ്പൊ റബീഉൽ അവ്വൽ 12 മുതൽ 19 വരെയുള്ള ഒരാഴ്ച സേവനവാരം. ദർശന മൂലരും കുട്ടികളൊക്കെ പാടെ ഇറങ്ങി ചെറ്റയും കൊണ്ടൊക്കെ കൊടുത്ത് റോഡൊക്കെ അടിച്ചു വിട്ട് എന്താ സ്ഥല അല്ല, ഇത് ഇമാത്തുള്ളതായ ഒരു ഹദീസ് ഉണ്ട്. അതുകൊണ്ട് ഈ ആഴ്ച സേവനവാരാണ്. ആഹാ, അങ്ങനെ ഉണ്ടോ? അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടെങ്കിൽ ഇയാൾ പറഞ്ഞ ഈ വയൽ നടപ്പാക്കണത്? ഈ സഖാഫി പറഞ്ഞ ഈ വയൽ നമ്മുടെ നാട്ടിലെ ഒരൊറ്റ മുസ്ലിയാര് ഏതെങ്കിലും റബീഉൽ അവ്വൽ നടപ്പാക്കണ്ട. പിന്നെ നടപ്പാക്കണ എന്താ? റോട്ടും വെള്ളോട്ടുള്ള റോഡൊക്കെ ബ്ലോക്ക് ആക്കല. ആയത്തും ഹദീസും മുതല് സേവിക്കാൻ വാരം ആഘോഷിക്ക, ചെയ്യുന്നതോ ദ്രോഹവാരം ആചരിക്ക. അതാ ചെയ്യണത്. നിങ്ങൾ ഏത് നബിദിനെടുത്ത് നോക്കി ഘോഷയാത്ര എന്ന പേര്. ഇപ്പൊ എടരിക്കോട് മദർസിലൊക്കെ ഘോഷയാത്ര നിർത്തി. എന്താ കാരണം? എല്ലാ കൊല്ലവും ഓരോ കുട്ടികള് ബസ് കെട്ടി മരിച്ച. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഒക്കൂല എന്ന് കരുതി ഘോഷയാത്ര വേണ്ട, ബാക്കി മതി. എല്ലാ സ്ഥലത്തും റോഡ് ബ്ലോക്ക്. എന്താണ്? സേവനവാരാണ്. ഇമാത്തുള്ളതായ ത്വരീഖ്, വഴിയിൽ നിന്ന് ബുദ്ധിമുട്ട് നീക്കലാണ്. അതാ തെളിവ്. ചെയ്യുന്ന പണിയോ വേണമെങ്കിൽ 1-2 ഘോഷയാത്രകൾ കാണാം, അപ്പൊ മനസ്സിലാവുന്നത്.
ഇതാണ് സഹോദരന്മാരെ സേവനവാദം. റോഡ് വൃത്തിയാക്കുക, ബുദ്ധിമുട്ടൊക്കെ നീക്കുക, കല്ലും മുള്ളും നീക്കുക, റോഡടിച്ചല് വൃത്തിയാക്കുക. ഇങ്ങനെ അടിച്ചേല്, ഇങ്ങനെ റോഡടിച്ചേല് വേഗം പിടിച്ച് ഇങ്ങനെ അടിച്ചേരി പോവുക. സഹോദരന്മാരെ, എന്തിനാണ് ഈ സമൂഹത്തെ പറ്റിക്കണത്? ഏതെങ്കിലും ആയത്തിന്റെ മനുഷ്യനും കണ്ടം മുറിച്ചിട്ട് അതാണ് ഓതിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ഏർപ്പാടും തെളിവാക്കുക. എന്താ അതിനാവശ്യം? അങ്ങനെ എവിടെയും പറഞ്ഞിട്ട് ഇതൊക്കെ പിന്നെ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരുമ്പോ അതിനിങ്ങനെ തെളിവുണ്ടാക്കുക. സംഗതി 10 കൊല്ലം മുമ്പ് ഇങ്ങനത്തെ ഏർപ്പാടേ ഇല്ലായിരുന്നു. ഒരു 10-15 കൊല്ലം മുമ്പ് എന്താ മാറ്റം നബിദിനം ഈ വക വല്ല സേവനവാദം ഉണ്ടായിരുന്നോ? ഇല്ല. അത് അൽ ഇർഫാദിനെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അൽ ഇർഫാദ് മാസികയിൽ വളരെ കൃത്യമായി ആ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. പുസ്തകം 14-5 1997 ജൂലൈ മാസത്തിലെ അൽ ഇർഫാദ് മാസികയിൽ അബൂ ജസീല എഴുതിയ ലേഖനമുണ്ട്. നബിദിനാഘോഷത്തിന്റെ പകിട്ട് എന്നാണ് അതിന്റെ പേര്. അത് അദ്ദേഹം പറയാ, എന്താ പറഞ്ഞത്? 10 കൊല്ലം മുമ്പ് നടന്നിരുന്ന നബിദിനാഘോഷങ്ങളെ കുറിച്ച് അറിയുന്നവർ ഇന്ന് നടക്കുന്ന ആഘോഷ പരിപാടികളുമായി താരതമ്യം ചെയ്തു നോക്കുക. 1/4 നൂറ്റാണ്ട് മുമ്പത്തെ പരിപാടികളുമായും ഒന്ന് തുലനം ചെയ്യുക. അമ്പരപ്പിക്കുന്ന അന്തരം. പഴയ ആഘോഷങ്ങളുടെ ഏക കേന്ദ്രം മദ്രസയായിരുന്നു. 10 കൊല്ലം മുമ്പത്തും ഇപ്പത്തും കൂടി അമ്പരിപ്പിക്കുന്ന അന്തരമുണ്ട്. എന്താ കാരണം? അന്നത്തെ മൗലീദ് ആകെ മദ്രസയിലുള്ളായിരുന്നു. റബീഉൽ അവ്വൽ മാസം പിറക്കുന്നതോടെ വീടുകളിൽ മൗലീദ് പാരായണത്തിന്റെ ഈണം മാസം 12-ന് മദ്രസയിൽ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ആഘോഷം. ഇതാണ് 10 കൊല്ലം മുമ്പത്തെ മൗലീദ്. പിന്നെ അങ്ങനെ പറയുന്നുണ്ട് അന്ന് കലാപരിപാടി അല്ലെങ്കിൽ അതേപോലെ കുട്ടികൾ അണിനിരത്തി ഏതാനും ചില പരിപാടികൾ മാത്രം, അതിനപ്പുറം വേറൊന്നും അന്നില്ല. എന്നാൽ വഹാബി എതിർത്തപ്പോ 10 കൊല്ലം കഴിയപ്പം എന്ത് ചെയ്തു? ഇപ്പൊ വളരെ പമ്പിച്ച കോലത്തിലേക്ക് ആയി മാറി.